സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് വേണ്ടി പോലീസുകാർ പ്രവർത്തിക്കുന്നു എന്നും പരാതി. സ്വർണ്ണക്കടത്തുകാർക്കെതിരെ പരാതി നൽകിയാൽ നടപടി ഉണ്ടാവുന്നില്ല എന്നാണ് ആരോപണം. മലപ്പുറത്തെ ജ്വല്ലറി ഉടമയിൽ നിന്ന് പണം തട്ടിയ കേസിൽ 3 വർഷമായി പോലീസ് ഒന്നും ചെയ്തിട്ടില്ല. സാജിദ് അജ്മൽ ചേരുന്നു. സാജിദ്, എന്താണ് കേസ്? അജിംസ്, പോലീസും സ്വർണ്ണക്കടത്തിലെ ഒരു വിഭാഗവും തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്ന ആരോപണം നേരത്തെ തന്നെ ഉയരുന്നതാണ്. മായി ബന്ധപ്പെട്ട് നിരവധി വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നു. ഇപ്പോൾ ഉയരുന്ന പരാതി, ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്കെതിരെ പരാതി നൽകിയാൽ പോലീസ് കൃത്യമായി അന്വേഷണം നടത്തുകയോ നടപടിയെടുക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ മലപ്പുറത്തെ ഒരു ജ്വല്ലറി ഉടമ 3 വർഷം മുൻപാണ് തൃശൂർ പോലീസിൽ പരാതി നൽകിയത്. ഇതിന് കാരണം ഇദ്ദേഹത്തിന് ഈ സ്വർണ്ണ ബിസ്ക്കറ്റ് ദുബായിൽ നിന്നുള്ള സ്വർണ്ണ ബിസ്ക്കറ്റ് നൽകാം എന്ന് പറഞ്ഞാണ് വിളിച്ചു വരുത്തുന്നത്. തുടർന്ന് അഡ്വാൻസായി 5 ലക്ഷം രൂപ നൽകുകയും ചെയ്തു. പക്ഷേ പിന്നീട് ഇത് സംബന്ധിച്ച യാതൊരു വിവരവുമില്ല. തൃശ്ശൂരിൽ വെച്ചാണ് ഈ പണം കൈമാറിയത്. ഇതേ തുടർന്ന് തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കും ഈസ്റ്റ് പോലീസിനും പരാതി നൽകിയിരുന്നു. ഈ കൃത്യമായി തന്നെ ഈ ആരോപണ വിധേയരുടെ വിവരങ്ങൾ അടങ്ങിയ പ്രതികളുടെ വിവരങ്ങൾ പ്രകാരമാണ് കൈമാറിയിരുന്നത്. പക്ഷെ പോലീസ് ഇതിൽ ഒന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല, ഈ പരാതി നൽകിയ ആളുടെ സാമ്പത്തിക സ്രോതസ്സും മറ്റും ചോദിച്ച് ഈ പരാതിയിൽ നിന്ന് പിന്മാറ്റാൻ ശ്രമിച്ചു എന്നുള്ള ഒരു ആരോപണമാണ് ഉയരുന്നത്. അജിം.